അത് ദൈവമല്ല ചെയ്യുന്നത്. ദൈവം ആരുടെയും സമാധാനം നഷ്ടപ്പെടുത്താൻ നടക്കുന്നവനല്ല. ആയിരുന്നുവെങ്കിൽ യേശു കർത്താവ് ആ ഭയന്ന് നിൽക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലോട്ട് ആ ഭിത്തിയിലൂടെ കയറി ചെന്നിട്ട് അവരോട് പറയത്തില്ലായിരുന്നു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെന്ന്. അവൻ ദൈവം ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ കയ്യിൽ അസമാധാനമല്ല സമാധാനമാണ് ഉണ്ടാവുന്നത്. ജോലി സ്ഥലങ്ങളിൽ പോകുന്നിടത്തൊക്കെ സമാധാനക്കേട് ഉണ്ടാകുന്നെങ്കിൽ സമാധാനം നൽകുന്നവനോട് പ്രാർത്ഥിക്കണം. അല്ലാതെ അത് ദൈവത്തിൻ്റെ അടയാളമല്ല. ഇനി ഒരിക്കലും ജോലി ചെയ്യല്ലേ, വെറുതെ എവിടെയെങ്കിലും കുത്തിയിരിക്കണമെന്ന്. അത് പിശാച് കൊണ്ടിട്ട് കള്ളത്തരമാ, വലിയ നുണയാ കൊണ്ടിട്ടത്. എന്താ നീ പോകുന്നിടത്ത് നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. വചനം എന്താ പറയുന്നേ? ഞാൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ വരുമാനം വന്നാൽ എനിക്ക് എന്തിനുപയോഗിക്കാൻ പറ്റും? ഇത് ദൈവരാജ്യത്തിന് കൊടുക്കാൻ പറ്റും. അനേകരെ എനിക്ക് സഹായിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അല്ലേ? എൻ്റെ കയ്യിൽ ഉണ്ടാക്കുന്ന നന്മയും കൊണ്ട് ഞാൻ അനേകർക്ക് വായ്പ കൊടുക്കുന്നത്, അനേകരെ സഹായിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഞാൻ എവിടെയെങ്കിലും പോയി, ജോലി സ്ഥലത്ത് പോയി അസമാധാനം, അല്ലെങ്കിൽ വീടുകളിൽ പോയാൽ അസമാധാനം, നോ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. അത് പിശാച് തലയ്ക്കകത്തിട്ടിരിക്കുന്ന കള്ളത്തരമാണ്. ഹല്ലേലൂയ. ദൈവത്തിനകത്ത് നല്ലതേ ഉള്ളൂ, ദൈവത്തിനകത്ത് സമാധാനമേ ഉള്ളൂ, ദൈവത്തിനകത്ത് സ്വസ്ഥത മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവത്തിനകത്ത് വളർച്ചയും ഉയർച്ചയും നന്മയും മാത്രമേ ഉള്ളൂ. ഇന്ന് അതിനെതിരായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ച് അടിച്ചോടിക്കണം. ഹല്ലേലൂയ. അങ്ങനത്തെ അസ്വസ്ഥതകളെയും അസമാധാനത്തിനെയും ദാരിദ്ര്യത്തിനെയും ബുദ്ധിമുട്ടിനെയും രോഗത്തിനെയും ഇന്ന് പുറത്താക്കിയിട്ട് പറയണം, എൻ്റെ കർത്താവിനകത്ത് നല്ലത് മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവം സ്വസ്ഥത അനുവദിക്കുന്നവനാ, സമാധാനം അനുവദിക്കുന്നവനാ, രോഗസൗഖ്യം നൽകുന്നവനാ. എൻ്റെ യേശു നല്ലവനാ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്. And you know that God anointed Jesus of Nazareth with the Holy Spirit and with power. Then Jesus went around doing good and healing all who were oppressed by the devil, for God was with him. കണ്ടോ? നസറത്തുകാരനായ യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചിട്ട് യേശു പോയ വഴിയിലെല്ലാം നന്മ ചെയ്തു. ഹല്ലേലൂയ. യേശു വന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധിയായി നൽകുവാനും വന്നവനാ. യേശു വന്നത് നല്ലത് ചെയ്യാനാ. യേശു വന്നത് ദാരിദ്ര്യം മാറ്റാൻ, നാണക്കേട് മാറ്റാൻ